ഇന്നലെ കാളരാത്രി ആയിരുന്നടാ. നാട്ടുകാർ ഈ പോസ്റ്റ് ഇവിടെ എങ്ങാനും വെച്ച് കണ്ട കഴിഞ്ഞേനെ. പറഞ്ഞവന് തല കയറണ്ടേ? ഇല്ല, നേരെ നോക്കി കെട്ടും കെട്ടി വല്ല കുട്ടനാട്ടിലോട്ടും വിട്ടാലോ ആശാനെ. സമയം മോശാവുമ്പോ അരഞ്ഞാണം വരെ പാമ്പായി നിരിക്കും. പടവാ, പാമ്പെങ്ങാനും ആയാ സുൽമാണി പോയത് തന്നെ. മമ്മതേ, കരിമ്പുംകാടിന്റെ അകത്തുനിന്ന് നമ്മക്കിട്ടൊരു പാര പൊങ്ങണ്. നിന്റെ ഗുൺഗുൺ ഞാൻ ഇന്ന് നീ ലൈൻ വലിക്കുമല്ലേ? ജോസാപ്പിയേ, ജോസാപ്പിയേ, സുഖമല്ലേ? ചത്തേനെ, നിന്റെ അതിലോട്ട് വരുന്ന സപ്ലൈ 110 ആണോ 210 വാൾട്ടാണോ ഒന്ന് ചെക്ക് ചെയ്തതാ. പോക്കറ്റിൽ കൈപ്പത്തിയല്ലടാ, ഗ്ലൗസ് ഇടാൻ മറന്നുപോയി. ഇതാര്? നമ്മുടെ പുത്തൂര് കേശവനോ? ഇതെന്താ കയ്യില്? വല്ല കുഴിബോംബും ആണോ? ഇത്തിരി തേന മുറിവില് പരട്ടിയാ പെട്ടെന്ന് ഉണങ്ങും. എന്നാ മുറിവ് ഉണ്ടാക്കിയ ആള് തന്നെ പെരട്ടി തരുമോ? കുഴിയുണ്ടാക്കിയതിൽ മുള്ളുകമ്പി ഇട്ടപ്പോ എന്റെ മനസ്സ് നിറയെ വെറുപ്പും ദേഷ്യവും ഒക്കെ ആയിരുന്നു ഇയാളോട്. ആ ആന ഇങ്ങോട്ട് വന്നപ്പോ എന്റെ ചങ്കിടിച്ചു പോയി. തലയിലേക്ക് ചോരയരിച്ച് കേറിയിട്ട് എനിക്ക് എന്താ ചെയ്യേണ്ടെന്ന് രൂപമില്ലെന്നായി. വിളിച്ചു കൂവിട്ട് ശബ്ദമുണ്ടോ? എന്റെ ചങ്ക് പറിച്ചാ ഞാൻ ഭഗവതീന്ന് വിളിച്ചത്. ഇക്കണ്ട പഴിക്കയും വെറ്റിലേക്ക് കൊടുത്തതിന്റെ നന്ദി ദേവി കാണിക്കാതിരിക്കോ? നിന്റെ ദേവിക്ക് മുറുക്കാൻ വലിയ ഇഷ്ടാ? ആണോന്നോ? മുത്തശ്ശി പറയുന്നൊന്ന് കേക്കണം. ഒരിക്കൽ തൃപ്പാറ് കാവില് മുത്തശ്ശി തൊഴാൻ പോയപ്പോ കാവിലങ്ങനെ എടുത്തു കെട്ടി പ്രൗഢിയോടെ നിക്കാ ദേവി. തിടമ്പും തടവളയും കഴുത്തില് കാപ്പൊക്കെ ഇട്ടിട്ട് കുളിച്ച് നല്ല സുന്ദരിയായിട്ട് പഞ്ഞി പോലെ തൂവെള്ള പല്ലുകാട്ടി ചിരിച്ചോണ്ട് മുത്തശ്ശിയോട് പറയാ, ഒരു മുറുക്കാൻ ഇങ്ങോട്ട് താന്റെ ജാനുമ്മേന്ന്. മുത്തശ്ശി മിനിറ്റിന് മുറുക്കുന്ന ആളാണേ. എന്നിട്ട് കാവിലിരുന്ന് രണ്ടാളും കൂടെ നീട്ടിപ്പിടിച്ചൊരു മുറുക്കങ്ങ് പാസാക്കി. സത്യമാ ഞാൻ പറയുന്നേ. എന്നിട്ട് മുത്തശ്ശി പറയാ, ഒന്ന് കാണേണ്ടതായിരുന്നടി തത്തേ എന്റെ ദേവിയുടെ ചുണ്ടിന്റെ ഒരു ചോപ്പ്. അതി പിന്നെ അവര് തമ്മിൽ വലിയ കൂട്ടായിരുന്നത്രേ. അവിടുന്ന് അങ്ങോട്ട് മരണം വരെ മുടങ്ങാണ്ട് വെക്കായിരുന്നു. മുത്തശ്ശിയുടെ വക ദേവിക്കൊരു വെറ്റിലേയും അടക്കേ. മുത്തശ്ശിയുടെ ഈ പഴയ ഗുണ്ട് കഥ തത്ത വിശ്വസിച്ചിരിക്കുക. ഞാൻ ആലോചിക്കാ തത്ത, ഒരു കൊല്ലന്റെ ആലയ്ക്കകത്ത് ഇതുപോലൊരു ഇടിവെട്ട് ചരക്ക് എങ്ങനുണ്ടാടാ എന്റെ അപ്പ? അതെ, ഞാൻ എന്റെ അമ്മയുടെ വയറ്റിലുള്ളപ്പോ എനിക്ക് എന്റെ ജാനുമുത്തശ്ശി ആട്ടുംപാലിൽ ഒത്തിരി കുങ്കുമപ്പൂ അരച്ചു തന്നിട്ടാ. ഓഹോ, അപ്പൊ നിന്റെ ചേട്ടൻ വാക്കത്തി വാസുവിന് നിന്റെ മുത്തശ്ശി ഇരുമ്പ് അരച്ചു കൊടുത്ത് ഒരുമാതിരി കരിവീട്ടിക്ക് പോളിഷ് അടിച്ചോലിരിക്കുന്നു. യവനെന്താ ഒറ്റയ്ക്ക് വെച്ചിരിക്കുന്നേ? ആനയുടെ അണ്ടർകട്ട് കണ്ട് പേടിച്ച് ആശാന്റെ ഫാൻ ബെൽറ്റ് ലൂസായിന്നാ തോന്നണേ. തലകുത്തി വേണം. എടാ അപ്പനെ, അവൻ ചാലിന്ന് പള്ളത്തിയെ പിടിച്ച് കഞ്ഞിക്കാലത്തിൽ ഇട്ട് കളഞ്ഞല്ലോടാ. ടൈറ്റാനിക് കടലിൽ ഇറക്കിയല്ലേ, ഐസ് കട്ടേനെ ഇടിപ്പിക്കല്ലേ. വാലിവിന്റെ ടിക്കറ്റിന് വാസുവേട്ടന് ടിക്കറ്റോ? വന്നാട്ടെ. വേണ്ട, ഈ കാവുണ്ടിക്കലിലെ പെരുങ്കൊല്ലനല്ലേ രാജ്, നമ്മുടെ വാസുവേട്ടൻ. വാസുവേട്ടനോ? ഉൽപ്പായൂരിക്കാൻ ഞാൻ ആരാ? അത്ര വലിയ VCP അല്ല വാസുവണ്ണ, VIP. ആ പി ഉണ്ടല്ലോ, വി ഉണ്ട്. കറക്റ്റ്.
ആ അപ്പൊ പടം തുടങ്ങിയോ? തുടങ്ങിയിട്ട് 10 മിനിറ്റ് ആയല്ലോ. അപ്പൊ തുടക്കം പോയി. ഒടുക്കണ്ടല്ലോ. ഞാൻ പണ്ട് വാളയാർ മുരുകാൻ ടാക്കീസില് റിക്ഷാക്കാരൻ കണ്ട ഓർമ്മയുള്ളൂ. എന്റെ താത്തയ്ക്ക് പിടിച്ച പിടി നിർബന്ധം. നിങ്ങളുടെ വാലിബനൊന്ന് കാണേണ്ടത് തന്നെയാന്ന്. അപ്പൊ വാസുണ്ണന്റെ തത്തക്കിളി സംസാരിക്കൂ? തത്ത കിളിയല്ലടാ മണകുണാഞ്ചാ, എന്റെ പെങ്ങളാ. ഇതെന്താ ആളെ കറക്ക. അതിന്റെ കാര്യം തീരുമാനായി. അയ്യോ இந்த பாஷா ஒரு தடவை சொன்னா 100 தடவை சொன்ன மாதிரி. എന്തത്? சரிங்க சார், சரிங்க. தங்கமகனிந்து சிங்க நடை போட்டு அருகில் அருகில் வந்தான். അയ്യോ ഇതെന്നാ വാലിബനാടാ പോയി. കുറച്ച് മോട്ടം കയറി ഇപ്പൊ ഞാൻ കുതിരപ്പുറത്തിരിക്കുന്നു. ഇപ്പോഴത്തെ സിനിമയില ഇങ്ങനെ വാസുവേട്ടാ. ഒരു ചില്ലി കാശിന്റെ കഥ വേണ്ട, കുറെ ഓട്ടവും ചാട്ടവും, ഒരു 100 തുണിമാറ്റവും, വായി കൊള്ളാത്ത 8 മുഴം നീളത്തിൽ കുറെ ഡയലോഗുകളും പടവടപ്പും മതി. കണ്ടിറങ്ങുമ്പോ കുറെ പുക മാത്രം, ഒന്നും മനസ്സിലാവരുത്. സിനിമ ഇവളാ പൊടിമില്ല് പേപ്പട്ടിനാരുടെ മോളല്ലേ? ആണോ? ഇവൾക്ക് ഉണ്ണിയപ്പം കച്ചവടമുണ്ടോ? അല്ല, ഇതങ്ങനല്ല. അവിടെ വീട്ടിൽ നിന്നാണ് ഞങ്ങൾ സപ്ലൈ എടുത്തിരിക്കുന്നത്. പ്രസിഡന്റ്, എന്റെ ആദ്യത്തെ കൊലയാ. ഞാലിപ്പൂവനാണല്ലോ. അല്ല, പാളയം കോടനാ. വെച്ചക്ക് ഞാലിപ്പൂവൻ എന്റെ കണ്ണിന് കാണരുത്. ജോസേ, സമയമായി. ട്രാൻസ്ഫോമറിന്റെ കോയിൽ വീക്കാ, മാറ്റണമെന്നാ തോന്നണം സാറേ. കോയിൽ മാറ്റണ്ട. കോയിൽ മാറ്റിയാൽ ഫീസ് പോകില്ല. ഫീസ് പോയാലല്ലേ ഫീസ് കെട്ടാൻ പറ്റൂ. ഫീസ് കെട്ടിയാലല്ലേ നമുക്ക് 4 ചക്രം കിട്ടും. കള്ള ലൈൻ വലിച്ചിരിക്കുന്ന പോയെന്ന് കണ്ടാലോ? പൂവിന് കോപം എല്ലാം പെട്ടെന്ന് വിടണം. വൈകിട്ട് പൊറോട്ട്. എടാ മൂരിത്തമ്മി, നിന്നെ കണ്ടിട്ട് കുറെ നാളായല്ല. മറ്റവള് തിരിച്ചു വന്നാടാ. നിന്റെ ഭാര്യ ഇതുവരെ വന്നില്ലേ? അതെന്നാ പോക്കാടാ? അടിച്ചോണ്ട് പോയതിനെ പറ്റി വല്ല വിവരമുണ്ടോ? ഈ സ്ത്രീകളുടെ ഒരു കാര്യമേ കറണ്ട് അടിക്കുന്നത് പോലെ അല്ലയോ? അന്നമ്മ വരും പോകും, പോകും വരും, വരും പോകും. ഇനി അവളുടെ പോക്ക് പറയാൻ എന്നോട് ചോദിച്ച അമ്മച്ചിയാണ്. ഒത്തിരി സ്റ്റേജുകളിൽ ഈ ചാണകം ഞാൻ ഏറ്റുവാങ്ങിയിട്ടുണ്ട്.